സംഗീതലക്ഷ്മ, ഒരുപക്ഷെ കുട്ടികൾ പറയുന്നു താങ്കൾ അവിടെ പഠിക്കുമ്പോഴുള്ള സാഹചര്യമല്ല ഇപ്പോൾ അവിടെയുള്ളത്. കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ അവിടെയില്ല. അവിടുത്തെ ഒരു പ്രിൻസിപ്പലിൻ്റെ ഇടപെടൽ മൂലം വളരെ ബുദ്ധിമുട്ടിയാണ് കുട്ടികൾ പഠിക്കുന്നത്. കുട്ടികൾക്ക് ഇന്റേണൽ അസസ്മെൻറ്റ് സുതാര്യമായി നടക്കുന്നില്ല എന്നുള്ള ആക്ഷേപമുണ്ട്. അതിലവർ പരാതിപ്പെടുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ കുട്ടികൾ സമരം ചെയ്താൽ അതിനെ നമുക്ക് വളർത്തുദോഷം എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ സാധിക്കുമോ സംഗീതാലക്ഷ്മ? ഇവർ നിയമപരമായി ആദ്യമേ തന്നെ ചെയ്യേണ്ടിയിരുന്നത് യൂണിവേഴ്സിറ്റിയുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് അവർ ചെയ്തിരുന്നില്ല. സമരം തുടങ്ങിയതിന് ശേഷം ഈ മീഡിയ അറ്റൻഷൻ എല്ലാം കിട്ടിയതിന് ശേഷം ചോദ്യങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ പരാതിയൊന്നും ഇല്ല എന്ന് വന്നപ്പം മാത്രമാണ് ഇവർ പരാതി കൊണ്ടുപോയി കൊടുക്കുന്നത്. അത് ആരെ ബോധിപ്പിക്കാൻ? മീഡിയക്കാരെ ബോധിപ്പിക്കാൻ, സമരക്കാരെ ബോധിപ്പിക്കാൻ, രാഷ്ട്രീയ നേതൃത്വത്തെ ബോധിപ്പിക്കാൻ, ഇതിനെല്ലാം കൂടിയായിട്ട് അവരൊരു കംപ്ലയിൻറ്റ് അപ്പോൾ എഴുതി ഉണ്ടാക്കി പിന്നീട് കൊണ്ട് കൊടുക്കുകയാണ്. സമരം തുടങ്ങി ഈ മീഡിയ ഹംഗാമയ്ക്കൊക്കെ ശേഷം ഇത്ര ഈ പറയുന്ന വലിയ വലിയ അലിഗേഷൻസ് ഒക്കെ പ്രിൻസിപ്പളിനെതിരെ പറയുന്നത് എന്തൊക്കെയാ? മകൻ്റെ കാമുകി, പിന്നെ മകൻ്റെ കാമുകിക്ക് ഇത്രമാത്രം മാർക്കുകൾ കൊടുക്കുന്നതാണെങ്കിൽ എനിക്കറിയേണ്ടത് കഴിഞ്ഞ 5 വർഷമായിട്ട് പാസ് ഔട്ട് ചെയ്ത പെൺകുട്ടികളെല്ലാം മകൻ്റെ കാമുകിമാരായതുകൊണ്ടാണോ അവിടെ നിന്ന് ഇന്റേണൽ മാർക്സ് നല്ല മാർക്സ് ഇടിച്ചിട്ട് ഇറങ്ങിയത്? ഈ ചാനലുകൾ കയറി ഇറങ്ങുന്ന നേരത്തിന് ഇവരൊരു റെപ്രസെൻറ്റേഷൻ പ്രോപ്പറായിട്ട് തയ്യാറാക്കി യൂണിവേഴ്സിറ്റിയുടെ ഗൈഡ് ലൈൻസ് എന്താണ്, ലോ അക്കാഡമി ഫോളോ ചെയ്യുന്ന നോംസ് എന്താണ്, ഏതൊക്കെ ഗൈഡ് ലൈൻസ് ഏതൊക്കെ നോംസ് ആണ് ഇവർ വയലേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പ്രോപ്പറായിട്ട് സൈറ്റ് ചെയ്തിട്ട് ഒരു റെപ്രസെൻറ്റേഷൻ കൊണ്ടുപോയി യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ അവർ കൊടുത്തിട്ടുണ്ടോ? എപ്പോഴാണ് കൊടുത്തത്? കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് സമരം ഒക്കെ തുടങ്ങി ഏതാണ്ട് ഒരു 10 ദിവസത്തിന് ശേഷം. എനിക്ക് ഡോക്ടർ ലക്ഷ്മി നായരോട് ചോദിക്കാനും ഇത് തന്നെയാണ്. എന്ത് ലോ ആണ് മാഡം നിങ്ങൾ ഈ പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുത്തത്? റോഡിലിറങ്ങി സമരം ചെയ്യാനാണോ താങ്കൾ പഠിപ്പിച്ചു കൊടുത്തത് ഇവർക്ക്? CIക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. CI 5 ദിവസം 6 ദിവസം കഴിഞ്ഞാണ് ഇന്നലെയാണ് മൊഴിയെടുക്കുന്നത്. ഇതെന്താണ്? CI അവിടുത്തെ ഈവനിങ് ബാച്ചിലെ സ്റ്റുഡന്റ് ആണ്. അതുകൊണ്ടാണ് അത് മാനേജ്മെന്റ്, അതായത് പ്രിൻസിപ്പളിന്റെ അടുത്തുള്ള ആളായത് കാരണമാണ് കംപ്ലൈന്റ് പോലെ എടുക്കാൻ തയ്യാറാകാത്തത്. ഞങ്ങൾ ചെന്ന് മുട്ടുന്ന ഓരോ വാതിലുകളും അടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ മനസ്സിലാകുന്നത് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആളുകൾക്ക് വെറുതെ ഒരു കാര്യവുമില്ലാതെ, ഇന്റേണൽ ചെയ്യാതെ, അറ്റൻഡൻസ് ഇല്ലാതെ അവർക്ക് നിയമവിരുദ്ധം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഒരു പറ്റം ആളുകൾ ഈ സ്ഥാപനത്തിനെതിരെ ന്യായമായി വരുന്ന അവകാശ പോരാട്ടത്തെ സ്വാഭാവികമായും തടഞ്ഞു നിർത്തും. പകല് മുഴുവൻ വെയിലും കൊണ്ടിരുന്ന് സമരം ചെയ്യാൻ ഞങ്ങൾക്ക് തലയ്ക്ക് ഭ്രാന്തൊന്നുമില്ല സർ. ഇത് മാം തന്നെ പഠിപ്പിച്ചു വിട്ടതാണ്. വേറെ ഒരു തെളിവും വേണ്ടത്. വിദ്യാർത്ഥി സമരത്തിന് മുമ്പിൽ മുട്ടുകുത്തിയിട്ടുള്ള ലോക ചരിത്ര നേതാക്കളും വിദ്യാർത്ഥി സമരത്തിന് മുന്നിൽ മുട്ടുമടക്കിയിട്ടുള്ള നേതാക്കളെയും എല്ലാം ഓർക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി കാണാം. നല്ല നമസ്കാരം.